കോതമംഗലത്ത് ഫുട്ബോൾ മത്സരത്തിനിടയിൽ ഗ്യാലറി തകർന്നത് ദുർഭാഗ്യകരമായ സംഭവമാണെന്നും വലിയൊരു ദുരന്തം ഒഴിവായതിൽ ആശ്വാസമുണ്ടെന്നും UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. പരിക്കേറ്റവരെ സഹായിക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണം. സാമ്പത്തികമായി സഹായിക്കുവാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് ഇന്നലെ ഗാലറി വീണ സംഭവം വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. ഏതാണ്ട് 60ഓളം പേർക്കാണ് പരിക്കേറ്റത്. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അധികം പേരെയും വിട്ടയക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ഏതാണ്ട് 8 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടുന്നത്. കോതമംഗലത്ത് 2 പേര്, രാജഗിരി ആശുപത്രിയിൽ 4 പേര്, അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ 2 പേര് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും അഭിമാനകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ടൂർണമെൻറ്റാണ്. ഹീറോയിൻസ് ക്ലബ്ബാണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു ഇന്നലെ സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ താരങ്ങളെല്ലാം അണിനിരത്തിക്കൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗാലറിയുടെ നിർമ്മാണമെല്ലാം എല്ലാ കുറവുകളും നികത്തി നല്ല സുരക്ഷിതമായ നിലയിലാണ് ഈ ഗാലറി ഒക്കെ നിർമ്മിച്ചത്. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് ഈ ഗാലറി പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ മണ്ണുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം ഗാലറി പതുക്കെ ചെരിഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പതുക്കെ ചെരിഞ്ഞതുകൊണ്ട് വലിയൊരു ദുരന്തം തന്നെ ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞു. നിരവധി പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തീർച്ചയായും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കട്ടെ. കോതമംഗലം നമുക്കറിയാം കായിക കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. എല്ലാ തരത്തിലും വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാ മത്സരങ്ങളെയും കാണുന്നതും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇന്നലത്തെ ഫൈനൽ മത്സരത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള മത്സരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് എല്ലാ തരത്തിലും കുറ്റമറ്റതാക്കി മുന്നോട്ട് പോകേണ്ട ശ്രമം നമുക്ക് നടത്തണം. ഈ പരിക്കേറ്റവരെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരെയും ഒക്കെ സഹായിക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പ്രത്യേകിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സാമ്പത്തികമായും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്.